ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൽഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൽഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൽഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി ഇന്ത്യൻ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു. माननीय सदस्यगण, मुझे अत्यंत दुख के साथ सभा को कतर के फादर अमीर महामहिम शेख अहमद बिन खलीफा अल थानी के निधन के बारे में भी सूचित करना है. उन्होंने आधुनिक कतर की नींव रखी और उसे विकास और समृद्धि की महान ऊंचाइयों पर पहुंचाया. उन्होंने भारत कतर संबंधों के संवर्धन में भी महत्वपूर्ण भूमिका निभाई. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, LPG, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई. एक सेमीकंडक्टर प्लांट देश को समर्पित किया गया. ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു.
കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ UNFCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് US കോൺഗ്രസിനോടും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൌണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വീസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്. പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് US കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ US-ലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് US-ലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു.
ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.